Thank you very much for the introduction. So, good evening, friends. I welcome you all on behalf of Elixir Mix Marketing Company for the Business Opportunity Program. So, Joe sir introduction നമുക്ക് തന്നു. തീരെ കുറച്ച് മെമ്പേഴ്സോടാണ് നമ്മുടെ ഈ മീറ്റിംഗ് തുടങ്ങിയത്. ഇന്ന് ഓൾമോസ്റ്റ് 60 മെമ്പേഴ്സ് ഇതുവരെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം എലിക്സർ മിക്സ് ഇറ്റ്സ് എ വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ്, ഇറ്റ്സ് അമേസിങ് പ്രോഡക്റ്റ്, റിസൾട്ട് ഓറിയൻറ്റഡ് പ്രോഡക്റ്റ്. പിന്നെ ഒരു ടെക്നോളജി ഉണ്ട് അതിൽ. അടുത്തത് യുണീക്ക് സപ്ലിമെൻ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു അഡ്വാൻസ്ഡ് മെഡിക്കൽ പ്രോസസ്സും ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ആ പ്രോഡക്റ്റിലുണ്ട്. കഴിക്കുന്ന എല്ലാവർക്കും ഒരു ഫാസ്റ്റ് റിസൾട്ടും ഉണ്ട്. അപ്പം എലിക്സർ മിക്സ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ്റെ ഓൾട്ടർനേറ്റീവ് അല്ല നമ്മൾ. അത് ആദ്യം വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ അത് ആദ്യം മനസ്സിലാക്കണം. ഒരു ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടിയല്ല നമ്മൾ വന്നത്. ഓക്കെ, സോ പീപ്പിൾസിന് ഒരു നല്ല സൊല്യൂഷൻ, കൂടുതലും ഇന്ന് പ്രോബ്ലംസ് ഉണ്ട്, ഹെൽത്ത് റിലേറ്റഡ്, മെൻ്റലി ഇമോഷണലി റിലേറ്റഡ് പ്രോബ്ലംസ് കൂടുതൽ അവർ സഫർ ചെയ്യുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു നല്ല പ്രോഡക്റ്റ് അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലത്തിനും ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് പറയാം. സോ നമ്മൾ എവിടെയും ക്ലെയിം ചെയ്യരുത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ്റെ ഓൾട്ടർനേറ്റീവ് അല്ല നമ്മൾ. അത് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അത് ഫസ്റ്റ്. നാനോ ടെക്നോളജി പ്രോസസ്സ് ആയതുകൊണ്ട് സ്റ്റെം സെൽസ്, ഇതിൽ ഒരു 3 സ്റ്റെം സെൽസ് ഉണ്ട്. ഗ്രീൻ ആപ്പിൾ, റെഡ് പീച്ച്, ജബുട്ടിക്കാബ, ഇങ്ങനത്തെ 3 സ്റ്റെം സെൽസ് ഉള്ളതുകൊണ്ട് പിന്നെ കുറേ എക്സ്ട്രാക്ട്സും ഉണ്ട്. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ലിംഗ്വൽ, നാവിൻ്റെ അടി വെച്ച് കഴിക്കണം. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ഉള്ളിൽ അത് അബ്സോർപ്ഷൻ ആയി പോയിക്കോളും. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്. അപ്പോൾ ഒരു സിസ്റ്റത്തിനെ ബൈപ്പാസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ഹാർട്ട് റീച്ചസ് ദ ഹാർട്ട്. അവിടെ ഹാർട്ട് ചെന്നിട്ട് അവിടെ നിന്ന് എല്ലാ ബോഡിയുടെ എല്ലാ പാർട്സിനും അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ആകുന്നുണ്ട്. അപ്പോൾ 2 അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ബയോ അവൈലബിലിറ്റി കൂടുതലാണ്, ഫാസ്റ്റർ ആക്ഷനും കിട്ടും. ബയോ അവൈലബിലിറ്റി വിത്ത് മിനിമം ഡോസിൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റും കിട്ടും, ഫാസ്റ്റ് ആയിട്ടും കിട്ടും. അത് 2 അഡ്വാൻറ്റേജ് ഉണ്ട്, മിനിമം ഡോസ് മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയാനാണ്. അപ്പോൾ എല്ലാ മരുന്നും അങ്ങനെ നമുക്ക് സബ്ലിംഗ്വലായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതിന് ഒരു പ്രോസസ്സ് വേണം, ഒരു ലേറ്റസ്റ്റ് ഒരു മോഡേൺ സയൻസ് അതിൻ്റെ പുറകിലുണ്ട്. കാരണം ഇതിൽ എലിക്സർ മിക്സ് ഇൻവോൾവ് നമ്മുടെ ഈ 12 ഇൻഗ്രീഡിയൻസ് ആക്ച്വലി ഇതിലൊരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ് ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രിയുടെ സയൻറ്റിസ്റ്റ് മാത്രമല്ല, ഒരു 4-5 കൺട്രീസിൻ്റെ സയൻറ്റിസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മെയിൻലി കനഡിയൻസ് ഉണ്ട്, ബ്രസീൽ ഉണ്ട്, അമേരിക്കൻ്റെ ടെക്നോളജി ഉണ്ട്, ഓക്കെ, കൊറിയൻ ഉണ്ട്, ജാപ്പനീസ് സയൻറ്റിസ്റ്റ് ഉണ്ട്, ചൈനീസ് സയൻറ്റിസ്റ്റും ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു 4-5-6 കൺട്രീസ് അവരുടെ ബെസ്റ്റ് സയൻറ്റിസ്റ്റ് എല്ലാം ചേർന്ന് ഒരു ഫോം ചെയ്ത ഒരു പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് ഇത്ര ഫാസ്റ്റായിട്ട് കിട്ടുന്നത്, ഗ്യാരണ്ടീഡ് റിസൾട്ട്. ഓക്കെ, ദാറ്റ് ഇസ് എ റീസൺ. പിന്നെ അടുത്തത് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റഡ് ഇഫക്റ്റ് ഉണ്ട്. ഓക്കെ, റൈറ്റ്. ഇപ്പം ഇതിൽ ഒരു 12 ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്ക്. മെയിൻലി അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ അത് പൊട്ടൻസി ഉണ്ടോ, പവർഫുൾ ആണോ എന്ന് ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ സാറേ സൗണ്ട് പോയല്ലോ സാറേ. പൊസിഷനാണ്. അപ്പൊ ആ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ, അപ്പൊ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു ഐഡിയ. വോയിസ് ക്ലിയർ അല്ലേ സാർ? ഹലോ, ഓഡിബിൾ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയി. അപ്പം ഓക്കെ, ഇടയ്ക്ക് ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കുറച്ച് റെയിനി സീസൺ ആയതുകൊണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ കുറച്ച് അൺസ്റ്റേബിൾ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതെ. സോ ഫ്രണ്ട്സ് കുറച്ച് എന്താന്ന് പറഞ്ഞാൽ കുറച്ച് അറ്റൻറ്റീവായിട്ട് നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ഫ്രൈഡേ മലയാളം മീറ്റിംഗ് കൊണ്ട് ഡാനിയൽ സാറോട് ചോദിക്കും. ഓക്കെ, സാറ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല.
അപ്പോൾ ഇതിലൊരു 12 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സാർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ആൾട്ടിറ്റ്യൂഡ്സ്, ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഓക്കെ, വളരുന്ന ഒരു ഹെർബ്സ് ആണ്. ട്രിച്ചിലിയ കാറ്റിഗുവ, കോഡിസെപ്സ്, സോ പാമറ്റോ, ഹോണി ഗോട്ട് വീഡ് എക്സ്ട്രാക്ട്, സ്റ്റെവിയ, പംകിൻ സീഡ്, ബ്ലിഗിയ, പാസിഫ്ലോറ, ട്രൈബലസ് ടെറസ്ട്രീസ്, ജബോട്ടിക്കാബ, ഇങ്ങനെ ഗ്രീൻ ആപ്പിൾ, റെഡ് പീച്ച്, ഇങ്ങനെ ഒരു 12 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഈ 12 ഇൻഗ്രീഡിയൻസും പവർഫുള്ളാണ്. ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, ടാനിൻസ്, സാപ്പോണിൻസ്, ഫീനോളിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ടെർപ്പിനോയിഡ്. ഓക്കെ, ഒരു അല്ലെങ്കിൽ ഒരു വെൽനസ് ഇൻഡസ്ട്രിയിലുള്ള ഒരു നോളജബിൾ പേഴ്സണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പറഞ്ഞാൽ അവർക്ക് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ പൊട്ടൻസി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ട്രിച്ചിലിയ കാറ്റിഗുവ നമുക്കറിയാം, ആമസോൺ ഫോറസ്റ്റ്, റെയിൻ ഫോറസ്റ്റ്, ബ്രസീൽ സോഴ്സ്. മെയിൻ അതിൽ ആൽക്കലോയിഡ്സ് ഉണ്ട്, പിന്നെ ആൻറ്റി ഫ്ലേവനോയിഡ്സ് ഉണ്ട്, കാറ്റക്കിൻ, കട്ടുബൈൻ, കാറ്റക്കിൻ, ഇങ്ങനെ കുറേ സബ്സ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ആൻറ്റി മൈക്രോബിയൽ, ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്ട്, CNS സ്റ്റിമുലൻ, ഇമ്മ്യൂണോ മോഡുലേറ്ററി, അതിൻ്റെ എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇത് തുപ്പി ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു ട്രൈബ് ഒത്തിരി സെഞ്ചുറീസ് ടുഗദർ അവർ യൂസ് ചെയ്ത ഒരു ഹെർബ്. ഇത് ഡോക്ടർ മൈക്കിൾ വി സ്ട്രാറ്റൻ എന്ന് പറഞ്ഞ ബോട്ടണിസ്റ്റ് ഫ്രം UK അമേസോൺ ഫോറസ്റ്റിൽ ചെന്ന് പഠിക്കാൻ വേണ്ടി ചെന്നപ്പം കിട്ടിയ ഹെർബ് അത്. അപ്പം ഈ തുപ്പി ഇന്ത്യൻസ് വെരി ഓഫൻ അവർ ഇത് യൂസ് ചെയ്യുന്ന ഹെർബായിരുന്നു. അതിൻ്റെ പഴങ്ങൾ, ഓക്കെ, അതിൻ്റെ പട്ട അല്ലെങ്കിൽ തൊളി, ബാർക്ക്, അതൊക്കെ അവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിൽ ആഫ്രോഡിസിയാക് പ്രോപ്പർട്ടി വിച്ച് ഇൻക്രീസ് സെക്ഷുവൽ ഡിസയർ, ആ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പുള്ളി മനസ്സിലാക്കി അതിന് പേര് വെക്കുമ്പം ട്രിച്ചിലിയ കാറ്റിഗുവ എന്ന് പേര് വെച്ചു. ഇറ്റ്സ് എ ഗ്രീക്ക് നെയിം, ഗോഡസ് ഓഫ് ലവ്, അതങ്ങനെ പേര് വെക്കുന്നു. രണ്ടാമത് കോഡിസെപ്സ്, ഇത് ഹിമാലയൻ വയാഗ്ര എന്ന് പറയാം. ഇത് ഓറിജിൻ ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. യൂഷ്വലി 7000 ഫീറ്റ് അബോവ് സീ ലെവലിൽ വളരുന്ന ഒരു ഹെർബ കോഡിസെപ്സ്. ഇറ്റ്സ് എ ഫംഗൈ മഷ്റൂം. കാറ്റർപില്ലറിന്റെ തലയില ഇത് കാണും. അപ്പൊ ഇതും ഷെപ്പേർഡ്സ്, ആട്ട് ഇടയന്മാർ, അവരാ ഈ ഹെർബ്സിനെ ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, ഇത് കോഡിസെപ്പിൻ എന്ന് പറഞ്ഞ് ഇതിലും ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, ഇങ്ങനെ കുറേ എർഗോസ്ട്രോൾ, അമിനോ ആസിഡ്സ്, ഇങ്ങനെ കുറേ മെഡിക്കൽ വാല്യൂ സബ്സ്റ്റൻസ് ഉണ്ട്. പ്യൂഫ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, ഇങ്ങനെ കുറേ സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ട്. നല്ല സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലൈസിൻ, ഗ്ലൂട്ടമിക് ആസിഡ്, പ്രോളിൻ, ത്രിയോണിൻ, ഇങ്ങനത്തെ അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ ലങ് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആകും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആകും, എൻഹാൻസ് അത്ലറ്റിക് പെർഫോമൻസ്. ഇപ്പം നമ്മൾ വാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ എലിക്സർ മിക്സ് കഴിച്ചതിന് ശേഷം നിങ്ങളുടെ വാക്കിംഗ് പെർഫോമൻസ് ഇമ്പ്രൂവ് ആകും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 2 കിലോമീറ്റേഴ്സ് നടക്കുന്ന ആളാണെങ്കിൽ ആഫ്റ്റർ ടേക്കിംഗ് എലിക്സർ മിക്സ് യു ക്യാൻ വാക്ക് അപ് ടു 4 കിലോമീറ്റേഴ്സ് ഈസിലി. ഓക്കെ, അതിന്റെ ഡബിൾ ആകും. സോ അതാ അത്ലറ്റിക് പെർഫോമൻസ്. യൂഷ്വലി ചൈനീസ് സ്പോർട്സ് പേഴ്സൺസ് അവരുടെ ഫേവറേറ്റ് ഒരു ഫുഡാണ് ഈ കോഡിസെപ്പ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ അപ് ടു 7 lakh മുതൽ 10 lakhs വരെ പെർ കിലോഗ്രാം അതിന്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, തേർഡ് ഇൻഗ്രീഡിയൻറ്റ് സോ പാമറ്റോ. നമ്മുടെ ഡേറ്റ്സ്, ആ ഫാമിലി ചേർന്ന ഒരു ഇതാണ്. ഓറിജിൻ ഈസ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് നേറ്റീവ് അമേരിക്കൻസ്. നേറ്റീവ്, അതും ട്രൈബ് അല്ലേ. നേറ്റീവ്സ് അമേരിക്ക എന്ന് പറയുമ്പോൾ ഇപ്പം കാണുന്ന വൈറ്റ് പീപ്പിൾ അല്ല, ട്രൈബ്സ്, അവരാ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലും നോക്കി എന്താണെന്ന് വെച്ചാൽ ഫ്ലേവനോയിഡ്സ് ഉണ്ട്, പിന്നെ പോളി ഐസോപ്രപ്പനോയിഡ്സ്, സാക്കറൈഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഇങ്ങനെ കുറേ സബ്സ്റ്റൻസ് ഉണ്ട്. ഇതും ഒരു ആഫ്രോഡിസിയാക് ഏജന്റ്. പിന്നെ ഇത് പ്രോസ്റ്റേറ്റ് ഹെൽത്തിന് നല്ല ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് പ്രോസ്റ്റേറ്റ് ഹെൽത്തിന് നല്ലതാണ്. ഈ BPH, ബെനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയ, ഫ്രീക്വന്റ് യൂറിനേഷൻ, അതാ സിംറ്റം, ഫ്രീക്വന്റ് യൂറിനേഷൻ അറ്റ് നൈറ്റ്. യൂഷ്വലി ആണുങ്ങൾക്ക് വരുന്ന ഒരു പ്രോബ്ലംസ് അബോവ് 55-60 ഇയേഴ്സിന്റെ മുകളിൽ എല്ലാ ജെൻസിനും മാക്സിമം 80% ആൾക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ഈ ഗ്ലാൻഡ് സ്വെല്ലിംഗ് ആകുന്ന കൊണ്ട്, ഏത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പൊ അതിന്റെ ഇൻഫ്ലമേഷൻ എല്ലാം വേഗം കൺട്രോൾ ആകും, BPHും കൺട്രോൾ ആകും, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയ. സോ സോപ്പോമറ്റോ ഇന്നും മായോ ക്ലിനിക് എന്ന് പറഞ്ഞ USA ഇറ്റ്സ് അലോപ്പതിക് ക്ലിനിക് അത്. പക്ഷെ അവരുടെ ഈ BPHന് അവർ ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്തുവാണെന്നറിയാമോ? അലോപ്പതി മരുന്നല്ല യൂസ് ചെയ്യുന്നത്, ഈ സോപ്പോമറ്റോ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് സോപ്പോമറ്റോ ക്യാപ്സുളായിട്ട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ.
So it's a wonderful health remedy for prostate health. Fourth ingredient is honey goat weed extract. അല്ലെങ്കിൽ അതിന് ഇനി ഒരു പേരുണ്ട് റൗഡി ഗോട്ട് വീഡ് എക്സ്ട്രാക്ട്. ഇതും ഷെപ്പേർഡ്സ് ആട്ട് ഇടയന്മാരാ ഈ ഹെർബിനെ ഫൗണ്ട് ഔട്ട് ചെയ്തത്. ഇതിന്റെ ഓറിജിൻ ജപ്പാൻ, ചൈന ആൻഡ് കൊറിയ. ഓക്കെ, ഇതിലും കൂടുതൽ ഫ്ലേവനോയിഡ്സ്, പിന്നെ സെസ്ക്യൂ ടെരപ്പിൻസ്. ഫ്ലേവനോയിഡ് എന്ന് പറയുമ്പം വിച്ച് ഗിവ്സ് കളർ ടു ദ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതിനൊക്കെ കളർ കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ഈ ഫ്ലേവൻ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ്. ഇതിൽ ഹാണിഗോട്ടിൽ മെയിൻലി ഐക്കാരിൻ പറഞ്ഞ ഒരു വണ്ടർഫുൾ ആൻറ്റി ഫ്ലേവനോയിഡ്സ് ഉണ്ട്. ഇതും മെയിൻലി ഇറ്റ്സ് എ ആഫ്രോഡിസിയാക് ഏജന്റ്. പിന്നെ ഓസ്റ്റിയോപൊറാസിസിന് കാരണം കൂടുതൽ ഇതിൽ കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബോൺ ഹെൽത്തിന് നല്ല സപ്പോർട്ട് കിട്ടും. പിന്നെ കാർഡിയോവാസ്കുലർ സപ്പോർട്ടും നല്ല പോലെ കിട്ടും. പിന്നെ ഈ ഐക്കാരി എന്ന് പറയുന്ന ഫ്ലേവനോയിഡ് എന്താണെന്ന് വെച്ചാൽ ഫാസ്ഫോസ്ട്രോസ് ഡയസ്ട്രേസ് എന്ന് പറഞ്ഞ എൻസൈം 5 PDE5 അതിനെ ഇനിബിറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എറക്ടൽ ഡിസ്ഫങ്ഷന് ഈ ജെൻസിന് യൂഷ്വലി വരുന്ന പ്രോബ്ലം എറക്ടൽ ഡിസ്ഫങ്ഷൻ. ഓക്കെ, അത് നല്ല സപ്പോർട്ട് കിട്ടും. അതുമല്ലാതെ ഐക്കാരിൻ ഒരു സെക്കൻഡ് ആക്ഷനും ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ഇൻക്രീസ് നൈട്രിക് ഓക്സൈഡ് പ്രൊഡക്ഷൻ. നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ആയാൽ ബ്ലഡ് വെസൽ ഡൈലേഷൻ ആകും. സോ ബ്ലഡ് ഫ്ലോ എൻഹാൻസ് ആകും. സോ നമുക്ക് ആ എറക്ടൽ ഡിസ്ഫങ്ഷൻ ആ പ്രോബ്ലത്തിനും നമുക്കൊരു സൊല്യൂഷൻ ഈ ഹോണി ഗോട്ട് വീഡ് തരും. പിന്നെ ഫീമെയിൽസിന്, സ്ത്രീകൾക്ക് ബോൺ എസ്പെഷ്യലി ഓസ്റ്റിയോബ്ലാസ്റ്റിക് ആക്ടിവിറ്റി എന്ന് പറയും. ഓക്കെ, ഇൻ ബോൺ ഹെൽത്തിന് ഓസ്റ്റിയോബ്ലാസ്റ്റിക് വിച്ച് വിൽ ഇൻക്രീസ് ദി ഓസ്റ്റിയോബ്ലാസ്റ്റിക് ആക്ടിവിറ്റി. പിന്നെ ഇമ്മ്യൂണോ മോഡുലേറ്ററി എഫക്റ്റ് ഉണ്ട്, ആന്റി വൈറൽ, ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലിവർ ഹെൽത്തിന് നല്ല സപ്പോർട്ടായിരിക്കും. സോ ഇതും പിന്നെ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്, ബേസ്ഡ് ഹോർമോൺസ് ഫൈറ്റോ ഈസ്ട്രജൻ. അപ്പം നമ്മുടെ ഈസ്ട്രജന്റെ ആ എഫക്ട് മിമിക് ചെയ്യും. പിന്നെ കാർഡിയോവാസ്കുലർ ഹെൽത്തിന് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഫിഫ്ത്ത് ഹെർബ് ട്രൈബുലസ് ടെറസ്ട്രീസ്, നെറിഞ്ഞിൽ, ഇന്ത്യ. ഓക്കെ, സോ ആക്ച്വലി ഓറിജിൻ ഇസ് നോർത്ത് അമേരിക്ക. പിന്നെ സൗത്ത് ആൻഡ് സെൻട്രൽ യൂറോപ്പിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. മെയിൻലി ഇതിൽ സാപ്പോണിൻ, സ്റ്റീറോയിഡൽ സാപ്പോണിൻസ് ഉണ്ട്, ഫ്ലേവനോയിഡ്സ് ഉണ്ട്, ക്വർസെറ്റിൻ എന്ന് പറഞ്ഞ ഫ്ലേവനോയിഡും ഉണ്ട്, ആൽക്ലോയിഡ്സ് ഉണ്ട്, ഹാർമൈൻ അല്ലെങ്കിൽ ഹാർമലിൻ എന്ന് പറഞ്ഞ ആൽക്ലോയിഡ്സ് ഉണ്ട്, ഫൈറ്റോസ്റ്റീറോൾസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ചൈനയിൽ ഇത് ലോങ് ബാക്ക് 5000 years 6000 years ബാക്ക് അവർ ഈ ചൈനയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്താ, ഈ ട്രൈബുലസ് ടെറസ്ട്രീസ് ആസ് എ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. ഇന്ത്യയിൽ ആയുർവേദത്തിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റർ ഇത്. ഓക്കെ, ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ എന്ന് അറിയാമല്ലോ, മെയിൽ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റർ അത്. പിന്നെ സിക്സ്ത് ഹെർബ് ഈസ് പംകിൻ സീഡ്. ഇതൊരു സ്പെഷ്യൽ പംകിനാണ്. ബോട്ടിൽ നെക്ക്, ക്രൂക്കഡ് നെക്ക് പംകിൻ എന്ന് പറയാം. ഓക്കെ, മെയിൻലി ട്രോപ്പിക്കൽ ആഫ്രിക്ക ആൻഡ് നോർത്ത് അമേരിക്ക ഇതിന്റെ ഒറിജിൻ. യൂസ്ഡ് ബൈ ദ നേറ്റീവ്സ് ഓഫ് ദോസ് പ്ലേസസ്. ഓക്കെ, ഇതും ട്രൈബൽ ആൾക്കാരായി കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഫിൽഡ് വിത്ത് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ എ, ബി, സി, ഇതുമല്ലാതെ മിനറൽസ് ലൈക്ക് പൊട്ടാഷ്യം, മെഗ്നീഷ്യം, അയൺ, പിന്നെ ഡയറ്ററി ഫൈബേഴ്സ് കൂടുതലുണ്ട്. ഇങ്ങനെ കുറെ ആന്റി ഓക്സിഡന്റ്, പിന്നെ ഫ്ലേവനോയിഡ്സും ഉണ്ട്, ആൽഫ കറോട്ടീൻ, ബീറ്റ കറോട്ടീൻ, പിന്നെ ഫ്ലേവനോയിഡ്സ്, കാംഫിഫെറോൾ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ ഹെൽത്ത്, ഐ ഹെൽത്ത്, ഡൈജസ്റ്റീവ് ഹെൽത്ത്, വെയിറ്റ് മാനേജ്മെന്റിനൊക്കെ നല്ല സപ്പോർട്ട് കിട്ടും ഈ പംകിൻ എടുക്കുമ്പോൾ. മെയിൻലി സെൽസിനൊക്കെ എനർജി ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നു. സിങ്ക്, മെഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സെൽസിന്റെ മെയിൻലി പവർ ഹൗസ് സെൽസിന് ഏതാ, മൈറ്റോകോൺട്രിയ. അപ്പം മൈറ്റോകോൺട്രിയ പവർ വേണമെങ്കിൽ എവിടെ നിന്ന്, ന്യൂട്രിയൻസിൽ നിന്ന് വേണം, ഫുഡിൽ നിന്ന് വേണം. ഓക്കെ, ഗ്ലൂക്കോസ് കൺവേർട്ടായി ATP ആയിട്ട് കൺവേർട്ട് ആകണം. അതിനൊക്കെ ഒരു പ്രോപ്പർ സപ്ലിമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ ATP കൺവേർഷൻ കുറച്ച് എൻഹാൻസ് ആകും, അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, ഈ എല്ലാ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എല്ലാം ഫൈനലി ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആയി അത് ATP ആയിട്ട് കൺവേർട്ട് ആകുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷെ വെൻ യു ടേക്ക് സപ്ലിമെന്റ്സ് ദാറ്റ് ടു നാച്ചുറൽ സോഴ്സ്, ഓർഗാനിക് സോഴ്സ് എടുക്കുമ്പം ഈ ATP പ്രൊഡക്ഷൻ ഈസ് ഇംപ്രൂവ്ഡ്. അതുമാത്രമല്ല ദ ക്വാളിറ്റി ഓഫ് പ്രൊഡ്യൂസ്ഡ് ATP ഈസ് എക്സലന്റ്. ബോഡിക്ക് സെൽസിന് ഫാസ്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായിരിക്കും അതിന്റെ ഫ്യൂൽ. കാരണം ATP എന്ന് പറയുമ്പോൾ എന്തുവാ, സെൽസിന്റെ കറൻസി, അത് പവർ കറൻസി. അത് ഇപ്പൊ ഇന്ത്യക്ക് നമുക്ക് എന്തുവാ, INR വേണം കറൻസി. US ഡോളർ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ സർവൈവ് ആകാൻ പറ്റും. പക്ഷേ ഇറ്റ് ടേക്സ് ടൈം, ഒത്തിരി പ്രൊസീജിയർ ഉണ്ട്. പക്ഷെ INR ഉണ്ടെങ്കിൽ, ഇന്ത്യൻ റുപ്പി ഉണ്ടെങ്കിൽ
ഫാസ്റ്റായിട്ട് ട്രാൻസാക്ഷൻ നടക്കുക. അതേപോലെ ATP ഉണ്ടെങ്കിൽ സെൽസിൻ്റെ എനർജി ഫാസ്റ്റായിട്ട് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ദ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൽ അടുത്തത് 7th ഇൻഗ്രീഡിയൻറ്റ് സ്റ്റെവിയ. ഇതും സൗത്ത് അമേരിക്ക ഇസ് ദ ഓറിജിൻ, എസ്പെഷ്യലി പരാഗ്വേ ഇങ്ങനത്തെ ഈ കൺട്രി, ബ്രസീൽ, ആ കൺട്രിയിലാണ് ഇത് സ്റ്റെവിയ, മധുര തുളസി. മെയിൻലി സ്റ്റീവിയോയിഡ് ഗ്ലൈക്കോസൈഡ്, അതാ ഇതിൻ്റെ മെയിൻ കണ്ടന്റ്, വിച്ച് ഈസ് 300 times സ്വീറ്റർ ദാൻ ഷുഗർ. ഇന്നും ഡയബറ്റിക് പേഷ്യൻസ് ഷുഗറിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സ്റ്റെവിയ എല്ലാ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത്ര സേഫ്, ഹൈപ്പോഗ്ലൈസമിക് ഇഫക്റ്റ് ഒന്നും ആൾട്ടർ ചെയ്യത്തില്ല, ബ്ലഡ് ഗ്ലൂക്കോസ് ഒന്നും കയറത്തില്ല. ഓക്കെ, ഈവൻ ഡയബറ്റിക് പേഷ്യൻ ക്യാൻ യൂസ് സ്റ്റെവിയ, ബട്ട് കുറച്ച് കോസ്റ്റ്ലി, അത്രേ ഉള്ളൂ. ഇപ്പം കോഫിയിലൊക്കെ 1-2 ഡ്രോപ്സ് യൂസ് ചെയ്താൽ മതി. മാർക്കറ്റിൽ അവൈലബിൾ ആണ് സ്റ്റെവിയ ഡ്രോപ്സ്. ഓക്കെ, മെയിൻലി ഇത് ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതുമല്ലാതെ വിച്ച് വിൽ ഇൻക്രീസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതുമല്ല ഇൻസുലിൻ്റെ സെക്രീഷൻ ഇമ്പ്രൂവ് ആവും. സോ ദാർ ബൈ ഇറ്റ് കൺട്രോൾസ് ബ്ലഡ് ഷുഗർ ലോയർ ആകും. സോ സ്റ്റെവിയക്ക് അതൊരു ആക്ഷൻ ഉണ്ട്, വെറും മധുരം മാത്രമല്ല. പിന്നെ അടുത്തത് 8th ഇൻഗ്രീഡിയൻറ്റ് ഇസ് ഗ്രീൻ ആപ്പിൾ സ്റ്റെം സെൽസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രീൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലാൻഡ്, ഓറിജിൻ ഈസ് സ്വിറ്റ്സർലാൻഡ്. ഇതിലും മെയിൻലി ആൽക്കലോയിഡ് എന്താന്ന് പറഞ്ഞാൽ ക്വർസെറ്റിൻ, പിന്നെ ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട് കൂടുതൽ, ആന്തോസയോണിൻസ്, പിന്നെ ഒത്തിരി സിനാമിക് ആസിഡ്സ്, കാറ്റക്കിൻസ് എന്ന് പറഞ്ഞ ആൽക്കലോയിഡ്സ്, ഇങ്ങനെ കുറേ സബ്സ്റ്റൻസ്. എന്തുവാന്ന് വെച്ചാൽ സ്കിൻ ഹെൽത്തിന് സൂപ്പറായത്. പിന്നെ കൊളാജൻ പ്രൊഡ്യൂസ് ആകുമ്പോൾ സ്കിന്നിന് ആ ഇൻറ്റഗ്രിറ്റി, സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആകും. ഇപ്പം ചില ആൾക്കാരൊക്കെ എലിക്സർ മിക്സ് എടുത്തിട്ട് അവരുടെ ഗ്ലേസിങ് മാറുന്നുണ്ട് ഫേസിൽ, അവരുടെ സ്കിൻ ടെക്സ്ചർ മാറാൻ കാരണം കൊളാജൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആകുന്ന കൊണ്ടാണ്. ഇറ്റ്സ് എ സോഫ്റ്റ് ടിഷ്യൂ. പിന്നെ ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസ് തരും. ഓക്കെ, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി കൂടുതലുണ്ട്. സോ മെയിൻലി അതുമല്ലാതെ സ്റ്റെം സെൽസ് ഉള്ളതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള അഡൽട്ട് സ്റ്റെം സെൽസിനെയും ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ റിപ്പയറിങ്, റെജുമിനേഷൻ, അതൊക്കെ പ്രോപ്പറായിട്ട് നടക്കും. പിന്നെ 9th ഇൻഗ്രീഡിയൻസ് റെഡ് പീച്ച് സ്റ്റെം സെൽസ്. പീച്ച് ഒരു ലിച്ചി പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ട്, പ്ലം പോലത്തെ ഒരു ഫ്രൂട്ടാണ്. സോ ഓറിജിൻ ഈസ് ചൈന. ബൊട്ടാനിക്കൽ നെയിം, ഇതിൻ്റെ ബോട്ടണിക്കൽ നെയിം നോക്കിയാൽ എന്താന്ന് പറഞ്ഞാൽ പ്രൂനസ് പേഴ്സിക്ക എന്ന് പറയാം. സോ പേര് കേൾക്കുമ്പം ഇതിൻ്റെ ഓറിജിൻ പേർഷ്യ എന്ന് പറയുമ്പം ഇന്നത്തെ ഈറാൻ, അതും ഒരു ഓറിജിനും ഉണ്ട്. ഓക്കെ, സോ ക്ലിയർ അല്ല ചൈനയാണോ ഈറാനാണോ എന്ന് അറിയില്ല. പക്ഷേ അതിൻ്റെ ബോട്ടാണിക്കൽ നെയിം ഈസ് പ്രൂനസ് പേഴ്സിക്ക. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ ഫ്രൂട്ട്, എഡിബിൾ ഫ്രൂട്ട് അത്. ഇതിൽ കൂടുതൽ ഓർഗാനിക് ആസിഡ്സ് ഉണ്ട്, ഫിനോലിക് കോമ്പൗണ്ട്സ്, ഫ്ലേവനോയിഡ്സ്, ആന്തോസൈനിൻസ്, വിറ്റമിൻ സി, ബീറ്റാ കരോട്ടീൻ, ഡയറ്ററി ഫൈബേഴ്സ്, പർട്ടിക്കുലർലി സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ ഫൈബേഴ്സ്. അപ്പം സോളിബിൾ ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗാസ്ട്രോ ഹെൽത്തിന് നല്ലതാണ്. ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് നല്ലതാണ്. ഓക്കെ, സോ കൊളസ്ട്രോൾ അണ്ടർ കൺട്രോൾ, കൊളസ്ട്രോൾ ഒരു കൺട്രോളിന് വരും. പിന്നെ ഡൈജസ്റ്റീവ് ഹെൽത്തിനും നല്ലതാണ്, ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം, വെയിറ്റ് മാനേജ്മെന്റ്, ഓക്കെ, ഹെൽത്തിന് എല്ലാം, സ്കിൻ ഹെൽത്തിനൊക്കെ നല്ലതാണ്. പിന്നെ 10th ഇൻഗ്രീഡിയൻറ്റ് ഇസ് ബ്ലിഗിയ, ഒരു അക്കി ഫ്രൂട്ട്. ഇറ്റ്സ് എ എഡിബിൾ ഫ്രൂട്ട്. ഓക്കെ, ഇത് വെസ്റ്റേൺ ആഫ്രിക്ക എന്ന് പറയുമ്പം നൈജീരിയ, ഗാന, കാമറൂൺ, സെനഗൽ ഇങ്ങനത്തെ കൺട്രിയിലാണ് ഇത് ഉള്ള ഫ്രൂട്ടാണ് ബ്ലിഗിയ. മെയിൻലി ഇതിൽ ടെർപിനോയിഡ്സ്, എസ്റ്റേഴ്സ്, ഫാറ്റി ആസിഡ്സ്, എസെൻഷ്യൽ ഓയിൽസ്. ഓക്കെ, എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പം ഒരു സ്പെഷ്യൽ ഓയിലാണ് ഇതിൽ ഈ ബ്ലിഗിയയിലിരിക്കുന്നത്, ഹെക്സോ ഹൈഡ്രോ ഫോർമിസിൽ അസിറ്റോ എന്ന് പറയും. പിന്നെ കൂടുതൽ മിനറൽസ് ഉണ്ട്, ഇപ്പം കാൽഷ്യം, അയൺ, കോപ്പർ, മെഗ്നീഷ്യം, പൊട്ടാഷ്യം. ഓക്കെ, സോ ഇതിൽ ഒരു ഫ്രൂട്ടിൽ ഒരു സ്പെഷ്യൽ വിഷയം എന്തോന്ന് വെച്ചാൽ, ഇത് പഴുത്തില്ലെങ്കിൽ അൺറൈപ്പ് ഫ്രൂട്ട് ഈസ് ടോക്സിക്. പഴുക്കാത്ത ഈ പഴം ഭയങ്കര പോയ്സനാണ്. വൺസ് ഇത് പഴുത്താൽ ripened fruit is edible. So see the power of nature. Okay, so it's a wonderful fruit. Immunity, heart health, digestion. Okay, ഇതിനൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇതൊക്കെ കൂടുതൽ ഇതിൽ ഉണ്ട്. ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടിയും ഇതിനുണ്ട്. ഷുഗറും കൺട്രോൾ ആകും. പിന്നെ ഫൈനൽ 11th ഇൻഗ്രീഡിയൻറ്റ് ഈസ് പാസിഫ്ലോറ. ഇതും ഓറിജിൻ ഈസ് സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്ക. ഈ പാഷൻ ഫ്രൂട്ട്, അതിൻ്റെ പേര് വരാൻ കാരണം പാഷൻ ഫോർ ക്രൈസ്റ്റ്. ആ ഫ്ലവറിൻ്റെ നിങ്ങൾ വ്യൂ ചെയ്ത് നോക്കിയാൽ ക്രോസ്, ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്ത ക്രോസിന് നിങ്ങൾക്ക് കാണാം. അതിനാ ഈ പേര് വന്ന പാഷൻ ഫോർ ക്രൈസ്റ്റ്. അങ്ങനെ ഈ പേര് വരുന്ന പാഷൻ ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ഫ്ലവർ. സോ പാസിഫ്ലോറ. ഇതിൽ കൂടുതൽ
ഫ്ലേവനോയിഡ്സ്, ആൽക്കലോയിഡ്സ്, ഓക്കെ, എസ്പെഷ്യലി ആപ്പിജെനിൻ എന്ന് പറഞ്ഞ ഫ്ലേവനോയിഡ്സ് ഉണ്ട്. പിന്നെ ആൽക്കലോയിഡ്സ്, ഹോർമലിൻ ഇങ്ങനത്തെ ഇതുണ്ട്. കുമാരിൻസ് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇറ്റ് ഈസ് എ പൊട്ടന്റ് ആന്റി ക്വാഗുലന്റ് പ്രോപ്പർട്ടി ഇതിലുണ്ട്. ആന്റി ക്വാഗുലന്റ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം എലിക്സർ മിക്സ് എടുക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ചിലപ്പം ആർക്കെങ്കിലും സർജറി ഫിക്സ് ചെയ്താൽ യു ഹാവ് ടു സ്റ്റോപ്പ് ടേക്കിംഗ് എലിക്സർ മിക്സ്. ഓക്കെ, ആന്റി ബ്ലഡ് ക്ലോട്ടിങ്ങിൽ കുറച്ച് ഡിലേ വരാൻ ചാൻസസ് ഉണ്ട്. പെട്ടെന്ന് ആർക്കെങ്കിലും എലിക്സർ മിക്സ് എടുത്താൽ ആ കണ്ടീഷൻ വരത്തില്ല. അഥവാ സർജറി വല്ലതും ഫിക്സ് ചെയ്താൽ യു ഹാവ് ടു സ്റ്റോപ്പ് അറ്റ്ലീസ്റ്റ് 10 days ബിഫോർ ദ സർജറി ഡേറ്റ്. ഓക്കെ, സോ ഈ കുമാരിൻ എന്ന് പറയുന്നത് ആന്റി ക്വാഗുലന്റ് പ്രോപ്പർട്ടി കൂടുതലുള്ള ഒരു പാഷൻ ഫ്രൂട്ടിലോ ഫ്ലവറിലോ കൂടുതൽ ഈ സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇത് മെയിൻ എന്താന്ന് പറഞ്ഞാൽ ആൻസൈറ്റി. നമ്മൾ പറയുന്നില്ലേ, ഒത്തിരി സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് എലിക്സർ മിക്സ് കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന്. അത് ഈ ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ആൻസൈറ്റി, സ്ട്രെസ്, ഇൻസോംനിയ, ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കമില്ലാത്തത്. ഓക്കെ, പിന്നെ ബോയിൽസ്, വൂണ്ട്സ്, അതിനൊക്കെ ലിവർ ഹെൽത്തിനൊക്കെ ഇത് നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ അടുത്തത് ADHD. ADHD എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ചില കുഞ്ഞുങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ട്, ADHD. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓവർ ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അതൊക്കെ ഒരു മെന്റൽ ഡിസോർഡർ. അത് അവർക്കൊക്കെ ഈ പാസി ഫ്ലോറ, ഈ ഫ്ലവേഴ്സിന്റെ എക്സ്ട്രാക്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എലിക്സർ മിക്സും സപ്പോർട്ടീവ് ആയിരിക്കും. അതൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ ഫോക്കസിങ്, അവർക്ക് എക്സസീവ് എനർജി കാണും. ഓക്കെ, സാധാരണ ചൈൽഡിനെ കാട്ടിലും ഈ ADHD അഫക്റ്റ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എക്സ്ട്രാ എനർജി കാണും, കൂടുതൽ പവർ അവർക്ക്. പിന്നെ അവർ എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും. ഓക്കെ, കാരണം എന്താന്ന് പറഞ്ഞാൽ ദേ വിൽ സ്ട്രഗിൾ ടു ഫോളോ ഇൻസ്ട്രക്ഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അവരെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഒരു ഇമോഷണൽ റെഗുലേഷനും കാണത്തില്ല. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കറയും, ഓക്കെ, പെട്ടെന്ന് ചിരിക്കും. ലാക്ക് ഓഫ് ഇമോഷണൽ റെഗുലേഷൻ, അതൊക്കെ പ്രോബ്ലം ഉണ്ട് അവർക്ക്. പിന്നെ ആ ADHD അഫക്റ്റ് ആയിരിക്കുന്ന കുട്ടികൾക്ക് ഈ എലിക്സർ മിക്സ് കൊടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ വിച്ച് വിൽ കാം ദം, ആ ആൻസൈറ്റി റിഡ്യൂസിങ് ഇഫക്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, റൈറ്റ്. അടുത്തത് ഫൈനലി 12th ingredient is jabuticaba. It's again from Brazil, Amazon forest, South America. ഓക്കെ, ബ്ലാക്ക് ഗ്രേപ്സ് എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൽ റിസബട്രോൾ എന്ന് പറഞ്ഞ ഒരു പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ് ഉണ്ട്. പിന്നെ കൂടുതൽ ഫ്ലേവനോയിഡ്സ് ഉണ്ട്, ക്വർസെറ്റിൻ, പിന്നെ ആന്തോസയനിൻസ്, വിറ്റമിൻ C, ഡയറ്ററി ഫൈബർ. ഇതിലും ബോത്ത് സോളിബിൾ ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ക്യാൻസർ പ്രിവെൻഷനുള്ള പ്രോപ്പർട്ടി, കാർഡിയോവാസ്കുലർ ഹെൽത്ത്, സ്കിൻ ഹെൽത്തിനൊക്കെ നല്ല സപ്പോർട്ടായിരിക്കും. റൈറ്റ്. അപ്പൊ ഈ 12 ഇൻഗ്രീഡിയൻറ്റും ഒന്ന് ചേരുമ്പോൾ, ഓക്കെ, എല്ലാം ഒന്ന് ചേരുമ്പോൾ അത് എലിക്സർ മിക്സ് ബിക്കംസ് വെരി വെരി പവർഫുൾ. ഓക്കെ, ഒരു അറ്റോമിക് ബോംബ് എങ്ങനെയാ പവർഫുൾ, അതുപോലെ പവർഫുൾ ആകും. ഒരു 5 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ബോഡിയിൽ നടക്കുന്നുണ്ട്. എന്തുവാ? മെയിൻലി ഇറ്റ് ആക്ടിവേറ്റ്സ് ദ അഡൽട്ട് സ്റ്റെം സെൽസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ അഡൽട്ട് സ്റ്റെം സെൽസ് ഉണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് സയന്റിഫിക് സ്റ്റഡി എന്തുവാ പറയുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് 90% ഈ അഡൽട്ട് സ്റ്റെം സെൽസ് ആർ ഇനാക്റ്റീവ്. അതുകൊണ്ടാണ് ഇന്ന് ജനങ്ങൾക്ക് ഈ ഡിസീസ് വരാൻ അസുഖങ്ങൾ വരാൻ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതും വൺ അമംഗ് ദ ഫാക്ടർ. അപ്പൊ ഇത് എടുക്കുമ്പോൾ, എലിക്സർ മിക്സ് എടുക്കുമ്പോൾ അഡൽട്ട് സ്റ്റെം സെൽസ് ആക്റ്റീവ് ആവും. അഡൽട്ട് സെൽസ് ആക്റ്റീവ് ആയ ബോഡിയിൽ റെജുവനേഷൻ, സെൽ റിപ്പയർ, സെല്ലിന്റെ പ്രോപ്പർട്ടി, അതിന്റെ എല്ലാ സെല്ലുലാർ ഫങ്ഷൻസും ഇംപ്രൂവ് ആയിക്കോളും. പിന്നെ അടുത്ത് ടോക്സിൻസ് റിമൂവൽ ആ എലിക്സർ മിക്സിൽ വലിയ സബ്ജക്റ്റ് അത്. ഓക്കെ, യൂഷ്വലി മാർക്കറ്റിൽ നിന്ന് കുറേ പ്രോഡക്ട്സ് ഉണ്ട്, അതെല്ലാം മാക്സിമം ഒറ്റ സിസ്റ്റം ആയിരിക്കും. മെയിൻലി ഗട്ട് ഹെൽത്ത്, ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ആ ട്രാക്ട് മാത്രം റിമൂവ് ചെയ്യും. പക്ഷേ എലിക്സർ മിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പവർഫുൾ ഡീടോക്സിഫിക്കേഷൻ ഏജന്റ് എന്ന് പറയാം. ഓക്കെ, ഈ ടോക്സിൻസ് എങ്ങനെയാണ് ബോഡിയിൽ ഫോം ആകുന്നത് എല്ലാവർക്കും അറിയാം. മെറ്റബോളിക് പ്രോസസ്സ് നടക്കുമ്പോൾ ടോക്സിൻസ്, വേസ്റ്റ് പ്രോഡക്ട്സ് ഫോം ആകും. ഏതാ വേസ്റ്റ് പ്രോഡക്ട്സ്? കാർബൺ ഡൈ ഓക്സൈഡ്, യൂറിയ, പിന്നെ പൊല്യൂട്ടൻസ്, വാട്ടർ, വെള്ളം കുടിക്കുമ്പം എയർ ഇൻഹേൽ ചെയ്യുന്ന കാറ്റ്, അതിലൊക്കെ ഈ പൊല്യൂഷൻ പോകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ സർട്ടൻ മെഡിക്കേഷൻ, സം മൈക്രോ ഓർഗാനിസം, ഓക്കെ, പാത്തജൻസ്, ഇതൊക്കെ വരുന്നില്ലേ. പിന്നെ കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിക്കുമ്പം, കണ്ടാമിനേറ്റഡ് വെള്ളം കുടിക്കുമ്പം, ഇതിലൊക്കെ ബോഡിക്കകത്ത് ടോക്സിൻസ്, സർട്ടൻ മെഡിക്കേഷൻസ്, ഇതിലൊക്കെ പോകുമ്പോൾ ബോഡിയിൽ ടോക്സിൻസ് ഡെയിലി ബേസിസിൽ ടോക്സിൻസ് പ്രൊഡ്യൂസ് ഉണ്ട്. ഈ ടോക്സിൻസ് ഡെയിലി നമ്മൾ സിസ്റ്റത്തിൽ വിട്ട്
റിമൂവ് ആകണം, ക്ലെൻസ് ആകണം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈ ടോക്സിൻസ് എന്തുവാ ചെയ്യുന്നത് അറിയുമ്പോൾ ഇറ്റ് വിൽ ഇമ്പയർ ദ എബിലിറ്റി ഓഫ് സർട്ടൻ ഓർഗൻ ഫങ്ഷൻ ടു ഫങ്ഷൻ പ്രോപ്പർലി. ചില ഓർഗൻസിന് അതിന്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വിടത്തില്ല. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താന്ന് വെച്ചോ, അക്യുമുലേഷൻ ഓഫ് ടോക്സിൻ ലീഡ്സ് ടു ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ്. സിമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് ടോക്സിൻസ് അക്യുമുലേഷൻ തുടങ്ങിയാൽ ഡിസീസിന്റെ തുടക്കമായിരിക്കും. സോ ബിഗിനിങ് ഓഫ് ഡിസീസ്. അപ്പൊ ബിഗിനിങ് ഡിസീസ് എന്ന് പറയുമ്പോൾ എന്തുവാ, മൈനർ എയിൽമെന്റ് മുതൽ മേജർ എയിൽമെന്റ് വരെ ചാൻസ് ഉണ്ട്. സാധാരണ കോമൺ കോൾഡ് മുതൽ ക്യാൻസർ വരെ. ഓക്കെ, നമ്മൾ ടോക്സിൻസ് എന്ന് വളരെ നിസാരമായിട്ട് വിടുന്നു, പക്ഷെ അങ്ങനെയല്ല. ഇറ്റ് കാൻ ഫൈനലി ഒരു ദിവസം ക്യാൻസർ ആയിട്ട് മാറാൻ ചാൻസസ് ഉണ്ട്. സോ ടോക്സിൻസ് ഹാസ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം ഓൺ ഡെയിലി ബേസിസ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഡീടോക്സിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടോ? ഉണ്ട്. ആരൊക്കെയാ ഡീടോക്സിഫിക്കേഷന്റെ മെയിൻ ഓർഗൻ ആരാ? എല്ലാവർക്കും അറിയാം. ലിവർ, കിഡ്നി, ലങ്സ്, ഇൻറ്റസ്റ്റൈൻ, സ്കിൻ, ലിംഫാറ്റിക് സിസ്റ്റം. ഇതാ ഈ ഡീടോക്സിഫിക്കേഷൻ ടോക്സിൻസിനെ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിനൊക്കെ ഈ സിസ്റ്റത്തിന് കോമൺ ആയിട്ട് ഇരിക്കുന്ന ഒരു സിസ്റ്റമാ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ബ്ലഡ്. അപ്പൊ ഇവിടെ ബ്ലഡ് എങ്ങനെയാ ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ആക്ട്സ് ആസ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. കാരണം ബ്ലഡ് കിട്ടുന്നതെല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുപോകും. അതിനറിയില്ല ഇത് നല്ലതാണോ ചീത്തയാണോന്നൊന്നും. ഓക്കെ, ടോക്സിൻസിനും കൊണ്ടുപോകും, ഓക്സിജനും കൊണ്ടുപോകും, എല്ലാത്തിനും ക്യാരി ചെയ്യും, കിട്ടുന്നതെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോകും. അപ്പൊ ഇത് പോകുന്ന ഓർഗൻസ് എല്ലാം അഫക്റ്റ് ആകും പ്രോപ്പറായിട്ട് ഇത് ടോക്സിൻസ് റിമൂവ് ആയില്ലെങ്കിൽ. അപ്പം ലിവറും പ്രോപ്പറായിട്ട് അതിന്റെ ഫങ്ഷൻ ചെയ്യണം, കിഡ്നി ചെയ്യണം, ലങ്സ് ചെയ്യണം, ഇൻറ്റസ്റ്റൈൻ ചെയ്യണം, സ്കിൻ ചെയ്യണം, ലിംഫാറ്റിക് സിസ്റ്റം ചെയ്യണം. അപ്പം എല്ലാം പ്രോപ്പറായിട്ട് നടക്കണം. അപ്പൊ അതിന് എന്താന്ന് വെച്ചാൽ പ്രോപ്പർ ന്യൂട്രിയൻസ് വേണം, ബാലൻസ്ഡ് ഡയറ്റ് വേണം. ഓക്കെ, അല്ലെങ്കിൽ പാടാം. അപ്പൊ ഡെയിലി ബേസിസ് വേണം. ഡെയിലി ബേസിസ് എന്തുവാ? പ്രോപ്പർ ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, വെള്ളം കുടിക്കണം, എക്സ്പോഷർ ടു സൺലൈറ്റ് എല്ലാം വേണം, പ്രോപ്പർ സ്ലീപ്പ് എല്ലാം വേണം. എന്നാൽ ഈ ടോക്സിൻസ് റിമൂവൽ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. ഓക്കെ, പിന്നെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഈ കിഡ്നി, ലിവർ എല്ലാവർക്കും അറിയാം. കാരണം സോളിഡ് വേസ്റ്റ് ഒക്കെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരും, സ്കിന്നിൽ സ്വെറ്റിൽ നിന്ന് വരും, ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്താക്കുന്നുണ്ട്, കിഡ്നി യൂറിൻ, അല്ലെ, ലിവർ ബൈൽ, ഫീക്കസിൽ വരുന്നു. ഓക്കെ, പക്ഷെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു സിസ്റ്റമായി ലിംഫാറ്റിക്. മെയിൻലി ഡിഫൻസ് മെക്കാനിസം, ഇമ്മ്യൂണിറ്റിയുടെ ഡിഫൻസ് മെക്കാനിസം അവിടെ, അത് ഫുൾ WBC ഉള്ള സ്ഥലമാണ് അത് ലിംഫാറ്റിക്. അതിൽ ലിംഫോസൈറ്റ്സ്, ലിംഫോട്ടിക് നോഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഒരു ആക്ഷൻ കൊടുക്കണമെങ്കിൽ, സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തോ, നിങ്ങൾ എലിക്സിമിക്സ് മാത്രം കഴിച്ചിട്ട് ചില ആൾക്കാർ റിസൾട്ട് കിട്ടാത്ത കാരണം 2 റീസൺസ് എന്തോന്നറിയാം. ഒന്ന്, they will not drink sufficient water, വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കത്തില്ല. ഒന്ന്. രണ്ടാമത്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ചുമ്മാ കിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തുവാ, നമുക്ക് ഒരു 9 ടൈപ്സ് ഓഫ് ജോയിന്റ്സ് ഉണ്ട് ബോഡിയിൽ. ഓക്കെ, ഫിംഗർ, റിസ്റ്റ്, ഓക്കെ, എൽബോ, ആംപിറ്റ്, ഓക്കെ, പിന്നെ അടുത്തത് ഫിംഗർ, ടോ, ആങ്കിൾ, നീ, ഹിപ്പ്, നെക്ക്. ഈ ജോയിന്റ്സിലൊക്കെ ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. അതിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം, ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക് എന്തുവാ, ലിംഫാറ്റിക് സിസ്റ്റം ഒന്ന് സ്ട്രെങ്തൻ ആകും. അപ്പൊ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കിടക്കുന്ന ടോക്സിൻസ് പെട്ടെന്ന് എവിടെ വരും? ലിവറിൽ വരും. ചില ഇമ്പോർട്ടന്റ് ഫ്ലൂയിഡ്സ് വീണ്ടും ഇറ്റ് കംസ് ബാക്ക് ഇൻ ടു ബ്ലഡ് സ്ട്രീം. ഓക്കെ, ആവശ്യമുള്ളത് ബ്ലഡ് സ്ട്രീമിൽ തിരിച്ചു കൊടുക്കും, ആവശ്യമില്ലാത്തത് ലിവറിനും കിഡ്നിക്ക് അയച്ച് അവിടെ നിന്ന് എക്സ്ക്രീഷൻ ആകും. പക്ഷേ നിങ്ങൾ എലിക്സിമിക്സ് കഴിച്ചാൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇരിക്കുന്ന ടോക്സിൻസ് ലിവർ, കിഡ്നിക്ക് എല്ലാം പോകും. പക്ഷെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കിടക്കുന്ന ടോക്സിൻസ് പുറത്ത് വരത്തില്ല. യു ഹാവ് ടു ആക്ടിവേറ്റ്. അത് എങ്ങനെയാ? ബൈ എക്സ്റ്റേണലി യു ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഈ ജോയിന്റ്സ് എല്ലാം റൊട്ടേറ്റ് ചെയ്യണം. ഇതും ചെയ്യുമ്പം നിങ്ങൾക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടും. ഓക്കെ, എലിക്സിമിക്സ് കഴിച്ചിട്ട് ചില ആൾക്കാർക്ക് ഓവർ പെയിൻ, കാരണം ഇതാ, യു ഹാവ് ടു ഡ്രിങ്ക് പ്രോപ്പർ സഫീഷ്യന്റ് വാട്ടർ. സാധാരണ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനേക്കാളും ഒരു 1 ലിറ്റർ കൂടുതൽ കുടിക്കണം. എത്ര ഡേയ്സ്? ഫോർ ദ ഫസ്റ്റ് 10 days. നിങ്ങളുടെ കിഡ്നി പ്രൊഫൈൽ നല്ലതാണെങ്കിൽ, ഇഫ് യുവർ കിഡ്നി ഈസ് ഹെൽത്തി, ഇഫ് യുവർ കിഡ്നീസ് ആർ ഹെൽത്തി, നിങ്ങൾ സാധാരണ കുടിക്കുന്ന വെള്ളത്തിനേക്കാളും ഒരു 1 ലിറ്റർ കൂടുതൽ കുടിക്കണം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ടോക്സിൻസ് പുറത്തു പോകും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയും വേണം. അപ്പൊ ലിംഫാറ്റിക് സിസ്റ്റം ഒന്ന് ആക്ട് ആകും. അപ്പം അതിലിരിക്കുന്ന ടോക്സിൻസും ഒന്ന് റിമൂവ് ആകും. അപ്പൊ ബോഡി ഫ്രീ ആകും. ഓക്കെ, അപ്പൊ ഇതാ റീസൺ. ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ യു വിൽ ബിക്കം ഹെൽത്തി, 100% ഹെൽത്തി, പവർഫുൾ ആയിട്ട് മാറും നിങ്ങൾക്ക്. ഓക്കെ, റൈറ്റ്. അടുത്ത ഇത് അഡ്വാൻറ്റേജ്. ഇപ്പം അഡ്വാൻറ്റേജ്, ഇപ്പൊ ടോക്സിൻസ് പുറത്തു പോകുന്ന അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ,
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് അക്യുമുലേറ്റ് ആയ സിക്നസ്, അസുഖം വരാൻ ചാൻസസ് ഉണ്ട്. അതെന്തോ മൈനർ മുതൽ മേജർ എയിൽമെന്റ് വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ ടോക്സിൻസ് പുറത്തു പോയാൽ, ഇഫ് യു ആർ റിമൂവിങ് ദ ടോക്സിൻസ് ഓൺ ഡെയിലി ബേസിസ് പ്രോപ്പർലി ഫ്രം ദ ബോഡി എന്ന് വെച്ചോ, ഒരു 5 ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇറ്റ് വിൽ റെഡ്യൂസ് ഇൻഫ്ലമേഷൻ, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആകും, ബോഡി വെയിറ്റ് യു വിൽ ലൂസ് ബോഡി വെയിറ്റ്, എക്സസ് ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ ലൂസ് ആകും, ഓക്കെ, കുറയും. യു വിൽ ഗെറ്റ് ബെറ്റർ സ്ലീപ്പ് ആൻഡ് ഫൈനലി ഇറ്റ് വിൽ ബൂസ്റ്റ് യുവർ ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പൊ ടോക്സിൻസ് റിമൂവ് ആകുന്നത് കൊണ്ട് ഈ 5 ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ മെയിൻ ബെനിഫിറ്റ്സ് ഇതാ. ഓക്കെ, റൈറ്റ്. അടുത്തത് എലക്ഷൻ മിക്സ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഇറ്റ് വിൽ ആക്ടിവേറ്റ് ദ അഡൽട്ട് സ്റ്റെം സെൽസ്, നമ്പർ 2 റിമൂവ്സ് ടോക്സിൻസ്. ടോക്സിൻസിന് വേണ്ടിയ ഈ കുറേ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അടുത്ത നമ്പർ 3, ഇറ്റ് ഇംപ്രൂവ്സ് മൈക്രോവാസ്കുലർ സർക്കുലേഷൻ. മൈക്രോവാസ്കുലർ എന്ന് പറയുമ്പോൾ എന്തുവാ? ബ്ലഡ് വെസൽസ്, നമ്മുടെ തലമുടിയേക്കാളും ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഓക്കെ, അതേതാ? കാപ്പിലറീസ്. ഓക്കെ, ബ്ലഡ് കാപ്പിലറീസ്. അപ്പം ഈ അവിടെ സർക്കുലേഷൻ ഇംപ്രൂവ് ആകുമ്പോൾ എന്തുവാ നടക്കുന്നത്? ബ്ലഡ് ഫ്ലോ ഈവൻ ഇൻ ദ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ദ വെസൽ, ബ്ലഡ് ഫ്ലോ ഈസ് എൻഹാൻസ്ഡ്. അതാണ് നടക്കുന്നത്, വേറെ ഉണ്ട്. എഫിഷ്യന്റ് ആയിട്ട് അവിടെയും ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പൊ ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആകുമ്പോൾ എന്തോ അഡ്വാൻറ്റേജ്? ഡെലിവറി ഓഫ് ഓക്സിജൻ ഈസ് പ്രോപ്പർ. കറക്റ്റ് ആയിട്ട് ഓക്സിജൻ ഡെലിവർ ആകും, ഒന്ന്. രണ്ടാമത് ന്യൂട്രിയൻസ് പ്രോപ്പർ ആയിട്ട് ഡെലിവർ ആകും. ഈ സർക്കുലേഷൻ അഫക്റ്റ് ആയ ഓക്സിജൻ ഡെലിവറി നടക്കില്ല, ന്യൂട്രിയൻസ് ഡെലിവറിയും നടക്കത്തില്ല. അതും പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും. പിന്നെ സർക്കുലേഷൻ ഇംപ്രൂവ് ആകുമ്പം സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്തോന്ന് അറിയാമോ? വേസ്റ്റ് റിമൂവൽ പക്കാവായിട്ട് നടക്കും ബോഡിയിൽ. അപ്പൊ അതുകൊണ്ട് എന്തുവാ? BP റെഗുലേഷൻ ആകും, ഇൻഫ്ലമേഷൻ കുറയും, വൂണ്ട് ഹീലിംഗ് ഇംപ്രൂവ് ആകും, കാർഡിയോവാസ്കുലർ ഹെൽത്ത് നല്ലതാകും, സ്കിൻ ഹെൽത്ത് നല്ലതാകും, പിന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഇംപ്രൂവ് ആകും. ഓക്കെ, കോഗ്നിറ്റീവ് ഫങ്ഷൻ അത് മെയിൻ ആയത്. ഇപ്പൊ ചില ആൾക്കാർക്ക് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് നഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് അറിയാമോ? സർക്കുലേഷൻ പൂർ കൊണ്ടാണ്. പിന്നെ ബോഡീസ് റെസിലൻസ് എന്തെന്ന് പറഞ്ഞാൽ ഏത് ചാലഞ്ചിനും ഫേസ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടും ബോഡിക്ക്. ഓക്കെ, അതൊക്കെ സർക്കുലേഷൻ, പ്രോപ്പർ സർക്കുലേഷൻ വേണം. അതുമല്ലാതെ ഇത് സർക്കുലേഷൻ മാത്രമല്ല, ബ്ലഡ് വെസൽസിന്റെ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ആകും. ഓക്കെ, ആർട്ടറീസിന്റെ ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ ഒരാള് ആന്റി ഏജിങ്ങിന് മെയിൻ എന്താന്ന് പറഞ്ഞാൽ ലിവർ ഹെൽത്ത് വേണം, ബ്ലഡ് വെസൽസും നല്ലതായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. ഓക്കെ, സോ ഇതാ ഈ മൈക്രോവാസ്കുലർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. എലിക്ഷൻ മിക്സ് അഡൽട്ട് സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. വീണ്ടും ഞാൻ റീവൈൻഡ് ചെയ്യുന്നു. അഡൽട്ട് സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. നമ്പർ 2 റിമൂവ്സ് ടോക്സിൻസ്. നമ്പർ 3 ഇംപ്രൂവ്സ് മൈക്രോവാസ്കുലർ സർക്കുലേഷൻ. ഈ മൈക്രോ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞില്ലേ ഞാൻ, അതാ ടെർമിനൽ ആർട്ടറിയോൾസ്. ഓക്കെ, ബ്ലഡ് വെസൽസ്, ആർട്ടറീസ്, വെയിൻസ് നമ്മൾ സ്കൂളിൽ പഠിച്ച് കാണും. ആർട്ടറീസ് വിച്ച് കാരീസ് ഗുഡ് ബ്ലഡ്, വെയിൻസ് വിച്ച് കാരീസ് ഇംപ്യൂർ ബ്ലഡ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഗുഡ് ബ്ലഡിന് ഇനി ഒരു പേര് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ, പിന്നെ മീറ്റിയോ ആർട്ടറിയോൾസ്, കാപ്പിലറീസ്, വെന്യൂൾസ്, ഇതൊക്കെ തീരെ ചെറിയ ബ്ലഡ് വെസൽസ്. ഇവിടെയാ ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസും എല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൻ്റെയൊക്കെ സർക്കുലേഷൻ ഇംപ്രൂവ് ആകുമ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്നാണ്. പിന്നെ ഫൈനലി 4th ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഹോർമോൺ ഇംബാലൻസ്. ഓക്കെ, നമ്മൾ ഏജ് ആകുമ്പോൾ, ഓക്കെ, പിന്നെ പ്രോപ്പർ ഡയറ്റ്, ബാലൻസ് ഡയറ്റും കിട്ടാത്ത കൊണ്ട് എന്താന്ന് വെച്ചാൽ ഹോർമോൺ ഇംബാലൻസ് ബോഡിയിൽ ഉണ്ടാകും. ഇപ്പോൾ എലിക്ഷൻ മിക്സ് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം more than 50 ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഓക്കെ, അപ്പോൾ ഹോർമോൺസ് ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഹോർമോൺസ് ഇംബാലൻസിനെ കറക്റ്റ് ചെയ്ത് എന്താ അഡ്വാൻറ്റേജ്? നല്ല മൂഡായിരിക്കും. യുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വിൽ ബി പെർഫെക്റ്റ്. നമ്പർ 1, you will have better sleep, metabolism regulate ആകും. ഓക്കെ, എൻഹാൻസ് ദ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇൻഫെർട്ടിലിറ്റി, ഇന്ന് കുട്ടികളില്ലാത്ത കേസില്ലേ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒക്കെ നഷ്ടപ്പെടുന്ന കാരണം എന്താ? മെയിൻലി ഈ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട്. ഓക്കെ, സോ ഫിസിക്കൽ മെന്റൽ വെൽബീങ് അത് നമുക്ക് എൻഹാൻസ് ചെയ്ത് തരും ഈ ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്താൽ. ദാറ്റ്സ് എ മെയിൻ അഡ്വാൻറ്റേജ്. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്തുവാ? മെയിൻ ഹോർമോൺ എന്തുവാ? ഇൻസുലിൻ ആൻഡ് തൈറോയിഡ് ഹോർമോൺസ്. ഓക്കെ, അപ്പൊ ഈ 2 ഹോർമോൺ എന്തോത്തിന് ആവശ്യം? മെറ്റബോളിസം, എനർജി, അതിനൊക്കെ ബാലൻസ് ചെയ്യാൻ ഈ ഹോർമോൺസ് വളരെ നെസസറി. പിന്നെ ബോൺ സ്ട്രെങ്ത് ആകാൻ, ഓക്കെ, ഒത്തിരി ക്രോണിക് ഡിസീസ് വരാതെ പ്രിവെന്റ് ചെയ്യാൻ, എസ്പെഷ്യലി ടൈപ്പ് 2 ഡയബറ്റീസ്, ഇതിനൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഈ ഇൻസുലിൻ്റെ ഹോർമോണിന്റെ ഹെൽത്ത് ഒക്കെ പ്രോപ്പർ ആയിരിക്കണം. അപ്പം യു ഹാവ് ടു ടേക്ക് എലിക്ഷൻ മിക്സ്. ഓക്കെ, ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. മെന്റൽ ഇമോഷണൽ വെൽബീങ്, പിന്നെ ഒരു സ്റ്റേബിൾ മൂഡ് കിട്ടും, നല്ല സ്ലീപ്പ് കിട്ടും, ഗുഡ് കോഗ്നിറ്റീവ് ഫങ്ഷൻ ഇംപ്രൂവ് ആകും, പിന്നെ എനർജി ലെവൽ കൂടും. ഓക്കെ, മെറ്റബോളിസം റെഗുലേറ്റ് ആകുമ്പോൾ എനർജി ലെവൽ കൂടും.
ഇപ്പൊ ആൾക്കാർ കഴിക്കുമ്പോൾ ചിലരുടെ ചോദിച്ചാൽ അവർക്ക് പറയാൻ അറിയുന്നില്ല. എന്തുവാണെന്ന് അറിയില്ല സോറി. എനർജി എന്ന് പറയുന്നത് എന്താ? പവർ. നമുക്ക് ഒരു പവർ, ഒരു കാര്യം ചെയ്യാൻ ഒരു പവർ കിട്ടുന്നു, അതാ എനർജി. ഓക്കെ, അപ്പൊ മെറ്റബോളിസം റെഗുലേഷൻ ആകുമ്പോൾ പവറും ഇമ്പ്രൂവ് ആകും. പവർ ഇമ്പ്രൂവ് ആകുമ്പോൾ മെറ്റബോളിസം റെഗുലേറ്റ് ആകും. രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ഹോർമോൺ ഇംബാലൻസ് ആകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് നടന്നോളും. പിന്നെ certain ടൈപ്സ് ഓഫ് ക്യാൻസർ, അതിന്റെ റിസ്കിനെയും ഇത് ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്യും. പിന്നെ സ്കിൻ ഹെൽത്തിനും നല്ലതാണ്. ഓക്കെ, ഇങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഹോർമോൺ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്താൽ ഇങ്ങനത്തെ കുറെ പ്രോപ്പർട്ടി നമുക്ക് കിട്ടും. പിന്നെ ഫൈനലി ഫിഫ്ത്ത് പോയിന്റ് ഇസ് ആൽക്കലിനിറ്റി. ബ്ലഡ് pH, ആൽക്കലിൻ pH അബൌവ് 7 മെയിൻറ്റെയിൻ ആവും. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മെയിൻലി നമുക്ക് ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി വൈറൽ, ഇമ്മ്യൂണിറ്റി നല്ല സൂപ്പറായിട്ട് വരും. അപ്പൊ ഈ 5 ഫംഗ്ഷൻ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ നമുക്ക് ഹൈ ഹെൽത്ത് നല്ലതായിരിക്കും. ഓക്കെ, ഇതൊക്കെ നടക്കുന്ന കൊണ്ട് എന്തോ ഈ 5 ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡിസീസിന് അഗൈൻസ്റ്റ് അല്ല എലിക്സിർ മിക്സ് ആക്ട് ചെയ്യുന്നത്. ഏത് പ്രോബ്ലം വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്ക് ഇത് നൽകും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഇത് ആക്ട് അല്ല ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് വിച്ച് വിൽ പ്രിപ്പയർ യുവർ ബോഡി ടു മാനേജ് അല്ലെങ്കിൽ ടു ഓവർകം ഓൾ ദീസ് ഡിഫിക്കൽട്ടീസ്. അതാ എലിക്സിർ മിക്സിന്റെ ഒരു അഡ്വാൻറ്റേജ്, അതായത് ഇവിടുത്തെ ആക്ഷൻ. പിന്നെ നമ്മൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ എന്തോ ചെയ്യേണ്ടത്? ചില ബേസിക് കാര്യങ്ങൾ വേണം. ഒന്ന്, നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആവണം. യു ഹാവ് ടു മെയിൻറ്റെയിൻ യുവർ ഗട്ട് ഹെൽത്ത് പ്രോപ്പർലി. സ്പൈൻ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് പ്രോപ്പർ എക്സ്റ്റേണൽ എക്സസൈസ്, മസാജ് ഒക്കെ ഡെയിലി ബേസിസ് കൊടുക്കണം. സെർവിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യണം. ബാലൻസ്ഡ് ഡയറ്റ് വേണം. ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. ഗുഡ് എക്സ്പോഷർ ടു സൺലൈറ്റ്. ഏർലി മോർണിംഗ് 6 o'clock to 8 o'clock ആ സമയത്തിലുള്ള സൺലൈറ്റ് എക്സ്പോഷർ വേണം. അപ്പം വൈറ്റമിൻ ഡി സിന്തസൈസ് പ്രോപ്പറായിട്ട് നടക്കും. അപ്പം ഈ വൈറ്റമിൻ ഡി സിന്തസിസ് പ്രോപ്പർ നടന്ന എന്തുവാ? നമ്മുടെ ബോൺ ഹെൽത്ത് മെയിൻറ്റെയിൻ ആകും. ബ്ലഡ് പ്രഷർ കൺട്രോൾ വരും. ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ആകും. ബ്ലഡ് വെസൽസിന് നല്ലതാ. ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ആകും. ഓക്കെ, ബ്ലഡ് ഷുഗർ കൺട്രോളിൽ വരും. ഇങ്ങനെ കുറെ കണ്ടീഷൻസ് ഇംപ്രൂവ് ആകും. പിന്നെ സൊറിയാസിസ് അങ്ങനത്തെ ഉള്ള പേഷ്യൻസ് ഒക്കെ എലിക്സിർ മിക്സ് കഴിച്ചിട്ട് മോർണിംഗ് സൺലൈറ്റ് എക്സ്പോഷർ നിങ്ങൾക്ക് വേണം. ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾ രാവിലെ 10 മണി വരെ കടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. ഏർലി മോർണിംഗ് 6 to 8 o'clock ആ സമയത്ത് യു എക്സ്പോസ് യുവർ ബോഡി, കംപ്ലീറ്റ് ബോഡി ടു ദ സൺലൈറ്റ്. ഓക്കെ, ഇപ്പം എന്താന്ന് വെച്ചാൽ ഡാർക്ക് സ്കിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു മിനിമം ഹാഫ് ആൻ അവർ ഒക്കെ എടുക്കേണ്ടി വരും. ലൈറ്റ് സ്കിൻ ആണെങ്കിൽ 10 minutes to 20 minutes ഈസ് സഫീഷ്യൻറ്റ്. ഓക്കെ, കുറച്ച് ഡാർക്ക് സ്കിൻ കാരണം അവർക്ക് കുറച്ച് സൺലൈറ്റിന്റെ ഇത് മതി. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പ്രോപ്പർ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് വൈ എലിക്സിർ മിക്സ് കഴിച്ചിട്ട് ആൾക്കാരെല്ലാം ഹാപ്പി ആയിരിക്കാം. കാരണം എന്തുവാ? ഫാസ്റ്റ് റിസൾട്ട്, അതുമല്ല എനർജി. ഓക്കെ, ദേ ആർ ബിക്കമിങ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, കാരണം ഇത് ഒരു പർട്ടിക്കുലർ വിഷയത്തിനല്ല, ഇറ്റ്സ് ഫോർ ദി ഹോൾ ഹ്യൂമൻ ബോഡി. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ഒരു റിസൾട്ട്, ഫാസ്റ്റ് റിസൾട്ട് വേഗം കിട്ടുന്നത് സെക്ഷൽ ഹെൽത്താണ്. അത് മെയിൽ ആണുങ്ങൾക്കും ശരി, സ്ത്രീകൾക്കും ശരി. ഓക്കെ, ഒരു സെക്ഷൽ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആണ്. ജെൻസ് ആണെങ്കിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പ്രിമേച്ചർ ഇജാക്കുലേഷൻ, സ്പേം കൗണ്ട്, വിസ്കോസിറ്റി. ഫീമെയിൽസിന് ഇറഗുലർ സൈക്കിൾ, ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്കേജ്, പ്രോപ്പർ എഗ് പ്രൊഡക്ഷൻ. ഓക്കെ, എൻഡോമെട്രിയോസിസ് അതെല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ആക്കും. പിന്നെ PCODs, ഓക്കെ, തൈറോയിഡ്, ഇതെല്ലാം മൂഡൊക്കെ നല്ല സ്റ്റേബിൾ ആയിട്ട് വരും. ഓക്കെ, യു കൻ കൺട്രോൾ യുവർ ഇമോഷൻസ് പ്രോപ്പർലി. കാരണം ഇത് ഈ വിറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലിമെന്റ്സ് അത് മാത്രമല്ലാതെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ലവ് ഹോർമോൺസ് ഉണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മുടെ ബോഡിയിലും ഉണ്ട്. ഇത് സ്റ്റിമുലേറ്റും ചെയ്യും. എലിക്സിർ മിക്സ് കഴിക്കുമ്പോൾ അതിനെ സ്റ്റിമുലേറ്റും ചെയ്യും. നമുക്ക് ഇൻഅഡിക്വേറ്റ് ആണെങ്കിൽ അതിന് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇടത്ത് സപ്ലൈയും ചെയ്യും. കാരണം ഈ ഹെർബ്സിലൊക്കെ അത് ഉണ്ട് ആ സബ്സ്റ്റൻസ്. ഓക്കെ, വിച്ച് വിൽ മെയിൻലി ആക്ട്സ് ഓൺ ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം ഫംഗ്ഷൻ ആകുന്ന കണ്ടക്ഷൻ അല്ലേ? നമുക്കറിയാം ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ഏതാ? നെർവസ് സിസ്റ്റം, വിച്ച് റൺസ് ഓൾമോസ്റ്റ് 1,61,000 kilometers ഇൻ ദ ഹ്യൂമൻ ബോഡി. ബോത്ത് രണ്ടും ചേർത്ത്, നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം രണ്ടും ചേർത്തിട്ട് 1,61,000 kilometers ഇത് റൺ ആകുന്നത്. അപ്പം ഇത്രയും വലിയ ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട്. വെരി ഡെലിക്കേറ്റഡ് സിസ്റ്റം. അപ്പം ഈ സിസ്റ്റം പ്രോപ്പർ ആയിരുന്നാൽ നമുക്ക് ഒരു 90% ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാം. അപ്പൊ എലിക്സിർ മിക്സ് മെയിൻലി വർക്ക്സ് ഓൺ ദ, ഇറ്റ് ഫങ്ഷൻസ് ഓൺ ദ നെർവസ് സിസ്റ്റം ആസ് വെൽ ആസ് സർക്കുലേറ്ററി സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡോപ്പമൈൻ അങ്ങനത്തെ സബ്സ്റ്റൻസ്, അസിറ്റൈൽ കോളിൻ, സീറോട്ടോണിൻ, ഓക്സിൻ, ഇതൊക്കെ
നെർവസ് കെമിക്കൽസാണ്, ബ്രെയിൻ കെമിക്കൽസ് അത്. നെർവസ് സിസ്റ്റം ഒന്ന് ചാർജ് ആകും. പിന്നെ നൈട്രിക് ഓക്സൈഡ് ഒക്കെ ഉള്ളതുകൊണ്ട്, ആന്റി ഓക്സിഡൻ, കാരറ്റീൻ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് വെസൽ ഡൈലേഷൻ ആകും. ഓക്കെ, അപ്പോൾ കാർഡിയാക് ഹെൽത്ത് ഇമ്പ്രൂവ് ആകും. 2 ഹെൽത്ത് ഇമ്പ്രൂവ് ആയാൽ മതി നമുക്ക്. ഓക്കെ, പിന്നെ വേറെ ഒത്തിരി സബ്സ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഗട്ട് ഹെൽത്ത് എല്ലാ സിസ്റ്റത്തിനും ഇത് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓക്കെ ഇറ്റ് മാനേജസ് ഏത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഏത് ട്രീറ്റ്മെന്റ് എടുത്താലും ഓക്കെ എലിക്സർ മിക്സ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അഡ്ജുവൻറ്റ് തെറപ്പി ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, എനി മെഡിക്കേഷൻ വിത്ത് എനി മെഡിക്കേഷൻ ഇറ്റ് ഗോസ് വെൽ. ഓക്കെ, ഒരു പ്രോബ്ലം ഒരു ടൈം ഒരു 30 മിനിറ്റ്സ് ആ ഗ്യാപ്പ് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. സോ നമ്മുടെ ഐ ഹെൽത്ത്, ഹെയർ ഗ്രോത്ത്, ഓക്കെ, നോസ്ട്രിൽ, നോസ് ഫങ്ഷൻ, ത്രോട്ട് ഫങ്ഷൻസ്, സൈനസ് പ്രോബ്ലം, ഇയർ ഫങ്ഷൻ, വെർട്ടിഗോ. ഓക്കെ, ചില ആൾക്കാർക്ക് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും കാതിൽ, വെർട്ടിഗോ. ഓക്കെ, ഈ വെർട്ടിഗോ ഇംബാലൻസ്, ഓക്കെ, ഹെഡേക്ക്, മൈഗ്രെയിൻ മാറിക്കോളും. ത്രോട്ട് ഫങ്ഷൻസ്, യുവർ വോയിസ് വിൽ ബിക്കം മാസ്കുലിനിറ്റി. ഇപ്പം ഒരു എലിക്സർ മിക്സ് ഒക്കെ ഒരാൾ കണ്ടിന്യൂസ് കഴിച്ചാൽ മാസ്കുലിൻ ഫങ്ഷൻ ഇമ്പ്രൂവ് ആകും. പുരുഷത്വം എന്ന് പറയുന്നില്ല, ആ ഫങ്ഷൻ ഇമ്പ്രൂവ് ആകും. ഫീമെയിൽസ് ആണെങ്കിൽ ആ ഫെമിനിറ്റി ക്യാരക്ടർ ഇമ്പ്രൂവ് ആകും. ഓക്കെ, ത്രോട്ട് ഫങ്ഷൻ, ലങ് ഫങ്ഷൻ, ഡൈജസ്റ്റീവ് ഹെൽത്ത്, ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ, പാൻക്രിയാസ് ഫങ്ഷൻ, സ്പ്ലീൻ ഫങ്ഷൻ, എല്ലാ ഫങ്ഷനും ഇമ്പ്രൂവ് ആയിക്കോളും. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ, ബോൺ ഹെൽത്ത്, സ്കിൻ ഹെൽത്ത്, ഇനി പറയാനോ ഒന്നുമില്ല. എല്ലാ സിസ്റ്റം, ഇനി ഏതെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ വിട്ടുപോയത് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, എല്ലാത്തിനും സപ്പോർട്ട് കിട്ടും. ഓക്കെ, എലിക്സർ മിക്സ് ഈസ് നോട്ട് ഫോർ എനി പർട്ടിക്കുലർ ഡിസീസ്, ഇറ്റ് ഈസ് ഫോർ ദ ഹ്യൂമൻ ബോഡി. ഇത് നമുക്ക് ഒരു ഡിസീസിന് ഡയറക്റ്റ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ഹ്യൂമൻ ബോഡി ടു ഓവർകം, ടു മാനേജ്. ഓക്കെ, ഏത് പ്രോബ്ലത്തെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് എ യുണീക് സപ്ലിമെന്റ്. ഓക്കെ, യു കനോട്ട് കമ്പയർ വിത്ത് എനി പ്രോഡക്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. ഇന്ന് വരെ വേൾഡിൽ യു കനോട്ട് കമ്പയർ എലിക്സർ മിക്സ്. പക്ഷേ ആൾക്കാർക്കറിയാം അത്ര വണ്ടർഫുൾ സപ്ലിമെന്റ് ആയിട്ട് ഗ്രോത്ത് വളരെ കുറവാണല്ലോ. അത് എല്ലാം അങ്ങനെയാണ്. ദാറ്റ് ഈസ് എ ലോ ഓഫ് നേച്ചർ. നല്ല വിഷയങ്ങൾ പതുക്കെ പോകത്തുള്ളൂ, നെഗറ്റീവ് വിഷയങ്ങൾ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ആകും. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഓക്കെ, യൂസ് എലിക്സർ മിക്സ്, ഇംപ്രൂവ് യുവർ ഹെൽത്ത്, spread elixir mix to your friends, so thereby you can improve your wealth also. So ഇതൊരു വണ്ടർഫുൾ പ്ലാൻ ഉണ്ട് നമുക്ക്. എലിക്സർ മിക്സ് ഇതുവരെ നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കേട്ടു. അതിനേക്കാളും 100 times പവർഫുൾ ആയിരുന്നു ഈ പ്ലാൻ, ബൈനറി പ്ലാൻ. ഓക്കെ, MRP 6,300, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഇസ് 5,000 rupees. നമുക്കൊരു ബോക്സിൽ 5 സാഷറ്റ് ഉണ്ട്. ഈ സാഷറ്റ് ഈസ് 1.5 gram. സോ ഒരു കോഴ്സ് തുടങ്ങുമ്പം ഒരു സാഷറ്റ് 1 hour ആഫ്റ്റർ ഡിന്നർ. എല്ലാവരും ചോദിക്കുന്നത് രാത്രിയാണോ പകലാണോ കഴിക്കേണ്ടത്? സി ഫ്രണ്ട്സ്, ഡോണ്ട് ആസ്ക് മീ ദിസ് ക്വസ്റ്റ്യൻ അഗൈൻ. രാത്രി ഈസ് ദ ബെസ്റ്റ് ടൈം. ഓക്കെ, നിങ്ങൾക്ക് മടി കൊണ്ട് നിങ്ങൾ കാലത്ത് എടുക്കുന്ന ആളായിരിക്കാം, പക്ഷേ നൈറ്റ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം. ഓക്കെ, നൈറ്റ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം. 1 hour ആഫ്റ്റർ ഡിന്നർ. നിങ്ങൾ രാത്രി 7 മണിക്കുള്ളിൽ ആ സപ്പർ അല്ലെങ്കിൽ ഡിന്നർ നിങ്ങൾ കഴിച്ചിരിക്കണം. ബൈ 8:30 ടേക്ക് എലിക്സർ മിക്സ്. 9:30 നിങ്ങൾ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ 10 o'clock. നമുക്ക് സൂം മീറ്റിംഗ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് 10:30 കിടന്നുറങ്ങുക, 11 o'clock. ഓക്കെ, നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഡ്രിങ്ക് മോർ വാട്ടർ. എവറി 1 hour ലൂക്ക് വാം, ഇളം ചൂടുള്ള തണ്ണി വെള്ളം കുടിക്കണം. ഓക്കെ, വെള്ളം കുടിച്ച് എവറി 1 hour. ഓക്കെ, ഒരു ജസ്റ്റ് ഫോർ ഒരു 10 days. പിന്നെ വേണ്ട, കുടിച്ചാൽ യൂറിൻ ഔട്ട്പുട്ട് ഇമ്പ്രൂവ് ആകും, ഓട്ടോമാറ്റിക് ടോക്സിൻസിൻ്റെ ലോഡ് കുറയുമ്പോൾ ബോഡി ഫ്രീ ആകും. പിന്നെ ആഫ്റ്റർ ടേസ്റ്റ് നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ, തേഴ്സ്റ്റി ഉണ്ടെങ്കിൽ കുടിച്ചാൽ മതി. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ വർക്ക്, ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ക്ലൈമാറ്റ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്ലൈമാറ്റ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യുവർ ബോഡീസ് നീഡ്. നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി. എല്ലാവരും ഒരേപോലെ വെള്ളം കുടിക്കണമെന്നൊന്നുമില്ല. 3, 4, 5 ലിറ്റർ കുടിക്കേണ്ട ആവശ്യമില്ല. ഓവർ ഹൈഡ്രേഷൻ ആയാലും പാടാ ബോഡിക്ക്. സോ ബേസ്ഡ് ഓൺ യുവർ ബോഡി വെയ്റ്റ് യു ഡ്രിങ്ക് വാട്ടർ, ആൻഡ് ബേസ്ഡ് ഓൺ യുവർ വർക്ക് നിങ്ങളുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് വെള്ളം കുടിച്ചാൽ മതി. ദാഹം ഉണ്ടെങ്കിൽ കുടിച്ചാൽ മതി. ഓക്കെ, സോ ഒരു പൗച്ച് തുടങ്ങുമ്പം ഒരു 10 days മിനിമം 10 ദിവസം മുതൽ 12 ദിവസം വരെ ഇടണം. ഫീമെയിൽസ് ആണെങ്കിൽ 12 മുതൽ 15 days വരെ എടുക്കണം. തീരെ കുറച്ച്, ഒരു പെപ്പറിൻ്റെ ഹാഫ് സൈസ് മതി. ഓക്കെ, ബോഡി ഒന്ന് സ്റ്റെബിലൈസ് ആയതിനു ശേഷം ഡോസ് വേണമെങ്കിൽ കൂട്ടാം. സെക്കൻഡ് പൗച്ച് ഒരു 10 days, അല്ലെങ്കിൽ തേർഡ് പൗച്ച് ഒരു 6 days, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൂട്ടിയെടുക്കാം. അത് യു ഹാവ് ടു ഡിസൈഡ്, യു ഹാവ് ടു ഡിറ്റർമൈൻ. ആ ഓരോ ഇൻഡിവിജ്വലാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. ഓക്കെ, ബേസ്ഡ് ഓൺ യുവർ ബോഡീസ് പെർഫോമൻസ്, ബേസ്ഡ് ഓൺ യുവർ ബോഡീസ് റിയാക്ഷൻ, നിങ്ങൾ ആ ഡോസ് നിങ്ങൾക്ക് ആൾട്ടർ ചെയ്ത് എടുക്കാം.
കണ്ടിന്യൂസ് ഒരു 120 ഡേയ്സ് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ എവറി 3 months ഒരു ബോക്സ് എടുക്കാം. സപ്പോസ് ഇഫ് യു ആർ ഫിനാൻഷ്യലി സൗണ്ട്, യു ആർ ബ്ലെസ്ഡ് വിത്ത് മണി, ഓക്കെ, ഫിനാൻഷ്യലി ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ ടേക്ക് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ഇയർ, നോ പ്രോബ്ലം. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാറേ കണ്ടിന്യൂസ് എടുത്ത പ്രോബ്ലം അല്ലേ? ഇറ്റ്സ് എ ഫുഡ് സപ്ലിമെൻറ്റ്. മെഡിസിൻസ് നമ്മൾ കണ്ടിന്യൂസ് എടുക്കാൻ പാടില്ല. പക്ഷേ മെഡിസിൻസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചോദ്യം ഇല്ലാതെ എടുക്കുന്നുണ്ട്. ഫുഡ് സപ്ലിമെൻ്റ് എടുക്കാൻ എന്താ പേടി? ഫുഡ് സപ്ലിമെൻ്റ് എടുക്കുമ്പം എല്ലാ ഫുഡ് സപ്ലിമെൻ്റ് കിട്ടുന്നതെല്ലാം വായിലിടാൻ പാടില്ല. നിങ്ങൾ 2 കാര്യം നോക്കണം. ഒന്ന്, പെസ്റ്റിസൈഡ്സ് ഫ്രീ ആണോ? രണ്ടാമത്, ഹെവി മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നല്ലതാണ്. എലിക്ഷൻ മിക്സ് ഓൾറെഡി നമുക്ക് സർട്ടിഫൈഡാണ്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഹെവി മെറ്റൽസ്. നമ്പർ 2, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പെസ്റ്റിസൈഡ്സ്. രണ്ടും ഇല്ല. സോ കണ്ടാമിനേഷൻ ഇല്ല, അഡൾട്രേഷൻ ഇല്ല, സേഫ് ടു ദ ഹ്യൂമൻ ബോഡി. യു കൻ ടേക്ക് കണ്ടിന്യൂസ്ലി. ഓക്കെ, സോ 5,000 rupees, ഒരു 5,000 rupees ഒരു ബോക്സ് കിട്ടും, ഒരു